Hallo, wie geht's euch? Today we are going to learn what a verb is. Was ist ein Verb? Ein Verb ist ein Wort für eine Aktion, es zeigt, was jemand tut. Also, as you all know, a verb is a word that describes an action. It shows what someone does. Verb എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഒരു ആക്ഷനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു വെർബ്, വെർബിൻ്റെ ഒരു സെൻറ്റൻസിൽ വെർബിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും, എങ്ങനെയാണ് വെർബിൻ്റെ പൊസിഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് വെർബിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ആകുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഷ് esse, I eat. Du lernst Deutsch. You are learning German. Das Kind liest ein Buch. The child is reading a book. We gehen nach Hause. We are going home. ഇതിലെ ഓരോന്നിലും വെർബ് എന്ന് പറയുന്നത് ഞാൻ കഴിക്കുന്നു, പഠിക്കുന്നു, വായിക്കുന്നു, പോകുന്നു, അതെല്ലാം ഓരോ ആക്ഷൻസ് ആണ്. ആൻഡ് ദിസ് ഈസ് ഹൗ വി മേക്ക് എ സെൻറ്റൻസ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. The verb always comes in the second position. ബേസിക് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് സ്ട്രക്ചറിൽ വേർബിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡ് പൊസിഷൻ ആയിരിക്കും. അതിൽ ചേഞ്ചസ് വരുന്നത് ഇൻ കേസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പം അതിൽ വേർബിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കും. ഇൻ WH ക്വസ്റ്റ്യൻസിൽ വരുമ്പം ക്വസ്റ്റ്യൻ വേർഡ് ഫസ്റ്റ് പൊസിഷനിലേക്കും സെക്കൻഡ് പൊസിഷനിലേക്ക് നമ്മുടെ വേർബ് പോയി ബാക്കി സെൻറ്റൻസിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. In German, the conjugated verb must be the second element in the sentence. Even if another element comes first, the verb stays second. ജർമ്മനിൽ നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ സെക്കൻഡ് പൊസിഷൻ ഓൾവേസ് സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് വെർബായിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. എന്താണ്, എങ്ങനെയാണ് സബ്ജക്റ്റിനനുസരിച്ച് വെർബിനെ കോൺജുഗേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ലേറ്റർ ഓൺ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾസ്, heute lerne ich Deutsch. Today I learn German. ഈ സെൻറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോയ്റ്റ എന്ന് പറയുന്നത് ഒരു സൈഡ് അഡ്വർബിയൻ ആണ്. ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തേർഡ് പൊസിഷനിലും, അപ്പം സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് വെർബാണ്. സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ലേണിൻ എന്ന് പറയുന്ന വെർബിനെ കോൺജുഗേറ്റ് ചെയ്താണ് സെക്കൻഡ് പൊസിഷനിൽ ഇട്ടിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, ഇൻ ദ ഷൂലെ ലീസ്റ്റ് സി ഐൻ ബുക്ക്. അറ്റ് സ്കൂൾ ഷീ റീഡ്സ് എ ബുക്ക്. വെർബിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വരുന്ന ഒരു കേസാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ദ വെർബ് കംസ് ഫസ്റ്റ്. വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ്, ഇതായിരിക്കും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. We will learn ja oder nein questions later, and then I will explain them with more examples. So here the examples are lernst du Deutsch? Do you learn German? ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേർബിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് ആണ്. ലേണൻ എന്ന് പറയുന്ന വേർബാണത്, അതിൻ്റെ പൊസിഷൻ ഫസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. lernst du Deutsch? And the another example, hast du ein Buch? Do you have a book? ഇവിടെയും വേർബിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് ഫസ്റ്റിലാണ്. സോ നെക്സ്റ്റ് കേസാണ് W-Fragen അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഹിയർ ദ ക്വസ്റ്റ്യൻ വേർഡ് കംസ് ഫസ്റ്റ്, ദെൻ ദ വെർബ് ആൻഡ് ദെൻ ദ സബ്ജക്റ്റ്. മൂവിങ് ഓൺ ടു ദ എക്സാമ്പിൾസ്, വോ വോൺസ് ഡു, വേർ ഡു യു ലീവ്. ഇതിൽ W-Fragen എന്ന് പറയുന്നത് വോ ആണ്, വെർബ് എന്ന് പറയുന്നത് വോൺസ്ഡ് ആണ്. സോ ഫസ്റ്റ് പൊസിഷനിൽ വോ, സെക്കൻഡ് പൊസിഷനിൽ വെർബ് ആൻഡ് ദെൻ സബ്ജക്റ്റ് വോ വോൺസ് ഡു. Next one, wann beginnt der Kurs? When does the course start? Here, wann ആണ് question word എന്ന് പറയുന്നത് and beginnt is the verb. Next example, warum lernst du Deutsch? Why do you learn German? In here, warum എന്ന് പറയുന്നതാണ് W-Fragen എന്ന് പറയുന്നത് and lernst ആണ് ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പൊസിഷൻ ഇസ് ഓൾവേസ് WH ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ വെർബ് ആൻഡ് ദെൻ സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ്, അങ്ങനെയാണ് അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ പോകുന്നത്. നൗ വി ആർ ഗോയിങ് ടു ലേൺ 10 verbs. Study them today itself. You can repeat after me. The more words you study, the more you can improve your German and also make sentences. Gehen, to go. Ich gehe zur Schule. Essen, to eat. Ich esse einen Apfel. Trinken, to drink. Ich trinke Wasser. Lernen, to learn. Ich lerne Deutsch. Wohnen, to live. Ich wohne in Deutschland. Machen, to make or to do. Ich mache meine Hausaufgaben. Sehen, to see. Ich sehe einen Hund. Kaufen, to buy. Ich kaufe Brot.
kommen, to come. Ich komme aus Spanien. Spielen, to play. Ich spiele Fußball.